അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇടണം കേട്ടോ. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബേബീൻ്റെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്ക് ഒരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി അരിയില്ലേ, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ പരിപ്പില്ലേ, അതാണ്. പിന്നെ കുറച്ച് ഗോതമ്പ് എടുക്കും, അതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കാണിക്കുന്ന ഒക്കെ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഇത് കഴിച്ചാൽ മാത്രമേ നന്നായിട്ട് പ്രസവിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ബദാമിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ബദാമിൽ മഗ്നീഷ്യം, വൈറ്റമിൻ ഇ, പിന്നെ അതുപോലെ ഒരുപാട് ഫൈബറും കൂടെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വയറ് നന്നായിട്ട് ഫില്ലായതായിട്ട് തോന്നും, പെട്ടെന്ന് വിശക്കില്ല. അപ്പോൾ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത് വന്നിട്ട് പീനട്ട്, അതായത് നമ്മുടെ നിലക്കടലയാണ്. ഇവിടെ നിലക്കടല എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇത് ലോഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ശരിക്കും കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമല്ല കേട്ടോ. പക്ഷേ ഒരുപാട് നല്ല ഒരു സംഭവമാണ്. ബേബി വെയിറ്റ് കുറവുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് ഇൻക്രീസ് ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഗുഡ് ഫാറ്റാണ് ഇതിലുള്ളത് കേട്ടോ. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെയൊക്കെ ഒരു എന്താ പറയുക, കൂടുതലും അല്ല കുറവും അല്ലാത്ത രീതിയിൽ നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വാൽനട്ടാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ സംഭവം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഇതിൻ്റെ കൂടെ ചെറിയ മുന്തിരി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടക്കേട് ഇല്ലാതാവുന്നുള്ളത്. അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ഒമേഗ 3 കിട്ടാനും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വാൽനട്ട്. പിന്നെ കുട്ടിയുടെ ബ്രെയിന് വളർച്ചയ്ക്കും മറ്റേതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം ഞാൻ ഈ മുന്തിരിയും അതും കൂടെ വെച്ചിട്ട് ഇഷ്ടമില്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ അത് പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോവുമല്ലോ. പിന്നെ അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസിനെ അതിൻ്റെ ഒരു റിസ്ക് ലോവറാക്കി നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അടുത്ത അപ്പോൾ എല്ലാതൊന്നും ബോട്ടിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് ഇതുപോലെ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നട്ട്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വെക്കും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ മൊത്തം എല്ലാം വലിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ കയറി എടുക്കുന്ന മാത്രമല്ല പ്രശ്നം, ഈ എടുക്കുന്ന സമയത്ത് വീഴുകയോ പിടിക്കുക എന്തെങ്കിലും ചെയ്യും. അതല്ലാന്ന് പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് പോലെയുള്ള സംഭവങ്ങൾ ഒരു ദിവസത്തിൽ കുട്ടികൾ ഒരു 5 എണ്ണത്തിൻ്റെ മേലെ കഴിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാനിത് അടുക്കി വയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഏകദേശം ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഡെയിലി കഴിക്കുകയാണെങ്കിൽ തടി വെക്കാൻ എന്താ എത്താന്ന് ചോദിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു സംഭവമാണ് ഇത്. നിങ്ങളൊരു 90 ദിവസം കഴിച്ചു എന്നുണ്ടെങ്കിൽ ചക്കപ്പൊത്തു പോലാവും കേട്ടോ. ഞാൻ ശരിക്കും ഹയാനെ പ്രസവിച്ചിട്ട് ഈ സംഭവം കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ഒഴിച്ചിട്ട് ഞാനൊരു 4 വിസിലാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ 4 വിസിലാവുമ്പോൾ കറക്റ്റ് വേവ് നമുക്ക് അടിപിടിക്കാതെ ആ ഒരു കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് തുണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കാനിടാന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷ് മെഷീനാണ് ഇടുന്നത്. ഇതിൽ കുറച്ച് പുതിയ തുണികൾ അല്ലെങ്കിൽ ടർക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ചൂടാണ് എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. ഇത് നല്ല എല്ലാ പ്രഗ്നൻസി ടൈമിലും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ കുട്ടീൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ബോൾ.
അപ്പോൾ ഡ്രസ്സ് ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റിയിട്ടായിരിക്കും കേട്ടോ ഓരോന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ലിക്വിഡാണ് ഹൈഡെക്സൽ. നമ്മൾ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിന് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീന് പെട്ടെന്ന് കേടാവുമെന്ന് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. 700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 50 റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ഇത് വന്നിട്ട് 5 ലിറ്ററാണ് കേട്ടോ. നമുക്കൊരു 150 വാഷിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല തിക്ക് കൺസിസ്റ്റൻസിയും കൂടിയാണ്. അതുപോലെ നല്ലൊരു ലാവൻഡർ മണവും പെട്ടെന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് പതിയൊക്കെ വന്നിട്ട് സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് ഹാൻഡ് വാഷ്, അതായത് നമ്മൾ കയ്യിൽ വാഷ് ചെയ്യുമ്പോഴും നമുക്ക് ബക്കറ്റിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അലക്കാനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. വാഷിംഗ് മെഷീനൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. അതായത് കിച്ചണിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ വിലയും നമുക്ക് വലിയൊരു കുഴപ്പമില്ല. മറ്റ് ഡിറ്റർജൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ടാവും ഈ ഫ്രണ്ട് ലോഡിന് വേണ്ടിയിട്ടുള്ളത്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് കുറേ ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിനൊക്കെ ഒരു നല്ലതായിട്ടൊരു എന്താ പറയുക, ഒരു ലാവൻഡർ ഒരു മണവും കൂടി കിട്ടും. അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസിൽ വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാണ്. നമ്മൾ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്താലും വൈകുന്നേരം ആകുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ. എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി എനിക്ക് എന്തായാലും പ്രസവത്തിന് മുമ്പ് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, പൊടിയൊക്കെ തട്ടി മാറ്റണം. കുട്ടി വരുന്ന സമയത്ത് അലർജി കാര്യങ്ങൾ പോലെ ഒന്നും ഉണ്ടാവരുതല്ലോ. അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പിസ്ത ഉണ്ടായിരുന്നു. പിസ്ത ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി, ഞാൻ മറന്നുപോയി. റൂമിൽ കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. പിസ്ത അതുപോലെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയും തരുന്നൊരു സംഭവമാണ്. പിസ്ത വന്നിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ അത്യാവശ്യം നോർമലായിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ഫൈബർ മിനറൽസ് ഒക്കെ അടങ്ങിയൊരു സംഭവമാണ് കേട്ടോ. ഒക്കെ ഭംഗിയായിട്ട് അതുപോലെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തിനെങ്കിലും നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചിയാ സീഡ്, പിന്നെ മറ്റൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലൊരു സംഭവമാണ്. അപ്പോഴേക്കും നമ്മുടെ കിച്ചടിയുടെ സംഭവം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്, കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മധുരത്തിനും വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യരുത്. അതിന് പകരം ഞാൻ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ഇതൊന്നും വെള്ളം പോലെ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ എൻ്റെ തിരക്കിന് ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ അടുത്തത് ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള പാല്, തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇത് ഇപ്പം തന്നെ നമ്മൾ കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മീൻസ് നന്നായിട്ട് പാല് വരും കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പോഴൊന്നും ഒരു 8 മാസത്തിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഡെയിലി ഒന്നും കഴിക്കണ്ട, ഒരു 1.5 അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നീട് പാലില്ലാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതുപോലെ നട്ട്സ് കട്ട് ചെയ്തിട്ട് ഒന്ന് എണ്ണയിലല്ല നെയ്യിൽ വറുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ചും കൂടെ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരുമാതിരി കട്ടിയാവും കേട്ടോ. പിന്നെ നമുക്ക് കുടിക്കാൻ തോന്നില്ല. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കാനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒത്തിരി വന്നു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമ്മുടെ ബേബിക്ക് വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഒരു സംഭവം നെയ്യാണ്. ഈ നെയ്യ് ഇതൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വെയിറ്റും കൂടെ കൂടും. പക്ഷേ ഈ സമയം നമ്മുടെ വെയിറ്റിനെ കുറിച്ച് നമ്മൾ അത്രയും ബോധേഡ് ആവേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഒരു വലിയ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബദാമും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കിച്ചടി. ഇത് വന്നിട്ട് പരിപ്പും കൂടി ഉള്ളത് കൊണ്ട്, മീൻസ് ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് അതും കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സംഭവമാണ്. വെയിറ്റ് ഇല്ല ഫീറ്റസിന് ഇതുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും കൂടെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം
കുട്ടികളുടെ മുമ്പിൽ നമുക്ക് മാത്രമേ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് നോക്കിയ സമയത്ത് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയട്ടെ ഈ ഒരു സംഭവം മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ സംഭവം എന്നുള്ളതും. നല്ല റെഡ് കളർ ആവട്ടെ ഇത് പഴുത്താൽ. നമ്മൾ നമ്മുടെ ചെടിക്ക് അന്നൊക്കെ ഒരു ഇത് ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് എല്ലാം കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, അതായത് ഒരു സന്തോഷം തോന്നി. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സുഖമില്ലാന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം കൂടും, തളർച്ച കൂടും, നമുക്കൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ശുദ്ധമായി ശ്വസിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബിരിയാണി ഇലയാണ്. അപ്പോൾ അതും കൂടെ പറിച്ചിട്ട് ഒന്ന് ഉണക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ചെടിയിൽ ഒരു അനാറ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറിക്കുമ്പോഴേക്കും സൈഡ് എന്തോ ഒന്ന് ഓട്ടയാക്കിപ്പോയി, ഭയങ്കര സങ്കടമായി. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന പോലെയുള്ള അനാറാണ് കേട്ടോ എൻ്റെ ചെടിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അധികം ഇപ്പോൾ പൂ നിൽക്കുന്നില്ല, ഇപ്പോഴല്ല കുറേ മുമ്പ്. ഇപ്പോൾ നമ്മൾ മറ്റത് യൂസ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് കായൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലൊരെണ്ണം ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കായ ചെറുതാണെങ്കിലും ഉള്ളിലുള്ള ഈ സംഭവമൊക്കെ സാധാരണ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേതാണ്. നല്ല റെഡ് കളറായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെടിയിൽ നിന്ന് ഒരെണ്ണം കിട്ടുകയാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കൂലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പോഴേക്കിതേ നമ്മുടെ ഹേസം കുട്ടൻ ബാത്റൂമിൽ പോയിട്ട് അപ്പിയൊക്കെ ഇട്ടിട്ട് എന്നെയും വെയിറ്റ് ചെയ്ത് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കായിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ ബെഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഏതായാലും വന്നതല്ലേ, ഇതും കൂടെ ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വന്ന് ചാരി ഇരുന്ന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇതിൻ്റെ ലിങ്ക് അടക്കം ഇട്ടിട്ടുണ്ടാവും കേട്ടോ, ഇത് പർച്ചേസ് ചെയ്തതിൻ്റെ ഒക്കെ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഏത് വീഡിയോയിലാണ് നമ്മൾ എന്താണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, അതാണ് വിഷയം. നല്ല ഉപകാരമുള്ള ഫിറ്റഡ് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇത്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിക്ക ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ അത് ഈ ഒരു സംഭവം സ്റ്റാൻഡ് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇക്ക വെച്ച് തന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ എഡ്ജിൻ്റെ വയറ് നല്ല അങ്ങോട്ട് കുത്തുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ഈ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മതി, ജീവൻ പോകുന്ന വേദനയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സാധനം വെക്കാനില്ലെങ്കിലും കുഴപ്പമില്ല, അത് താഴ്ത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. കാരണം എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം വയറ് വലുതായതുകൊണ്ട് സൂക്ഷിക്കാമെന്ന് കരുതി. പിന്നെ ഇതേ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വൈകുന്നേരത്തിനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള സാധനമാണ് കേട്ടോ. ഇത് ഉള്ളിത്തണ്ടാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ചെറി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളിത്തണ്ട് ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ സവാള കുറച്ച് ആവശ്യത്തിന്. പിന്നെ അടുത്തത് എടുക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇത് അതായത് ബേബി കോണാണ്. ബേബി കോൺ എത്ര പേർക്ക് അറിയും എന്നുള്ളത് അറിയില്ല. നമ്മുടെ സാധാ കോണില്ലേ, അതിൻ്റെ ഈ വിത്ത് പോലെ ഈ മുള വരുന്ന പോലെ സമയത്ത് എടുക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കാണുമ്പോൾ തോന്നുക ഇതെങ്ങനെ കഴിക്കുക, ഇതൊന്ന് എന്തെങ്കിലും ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പൊരിച്ച് കഴിക്കുക, ബജ്ജി ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൽ വന്നിട്ട് വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബേബീൻ്റെ കണ്ണിന് ഹെൽത്തിന് നന്നായിരിക്കുന്നു എഴുതിയിട്ട് അതും കൂടെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഞാനിത് ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല. ഉണ്ട് കേട്ടോ, നമ്മൾ കുറേ സാധനങ്ങൾ ഇതുപോലത്തെ വാങ്ങി വെച്ചതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ സാധിച്ചിട്ടില്ല. മാക്സിമം ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഞാൻ എല്ലാറ്റിലും ബട്ടർ ഇടുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ
ബ്രെയിൻ വികാസത്തിന് ബട്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് ഡെയിലി ബട്ടർ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ ബേബി കോണും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ മറ്റ് പച്ചക്കറികളും കൂടി ഇടുന്നുണ്ട്. ഉള്ളി സവാള ഇട്ടിട്ടുണ്ട്. സവാള ഒരു ഹാഫ് സവാളയേ ഉള്ളൂ. അതുപോലെ ക്യാരറ്റും ഒരെണ്ണമാണ് കട്ട് ചെയ്ത് ചീകി എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പിന് പൊതുവേ നമ്മൾ കുരുമുളക് പൊടിയാണ് പ്രിഫർ ചെയ്യുന്നത്, മുളക് പൊടി ഇടില്ല. അതാണ് ഹെൽത്തിനും നല്ലത്. നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് അതാണ് വരാം. ഇനി ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ മിക്കതിലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റാഗിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി ഒരു 2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കലക്കി എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കലങ്ങില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഈ പച്ചക്കറി വെന്തിട്ടില്ല, അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഇടണം. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിത്തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ റാഗി പൗഡർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വേണ്ടത്. തക്കാളി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ റാഗി കലക്കി വെച്ചത് ഒഴിച്ചിട്ടുണ്ട്. റാഗീൻ്റെ സ്മെല്ല് വരുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ റാഗി കൊണ്ടാണ് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയതെന്ന് പോലും കുടിക്കുന്നവർക്ക് പോലും അറിയില്ല കേട്ടോ. എൻ്റെ മക്കൾക്കൊന്നും റാഗിയൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് അവർ കഴിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കറിയായി, അതായത് ഇപ്പോൾ ബ്രെഡിനകത്തൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ സൂപ്പായിട്ട് ആക്കണത് കൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കുക. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വേണം എന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ക്രീമാണ് കേട്ടോ, തിക്ക് ക്രീം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഞാൻ അപ്പോൾ തന്നെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഷോപ്പിലൊക്കെ വാങ്ങുന്ന പോലെ സൂപ്പിന് നല്ലൊരു തിക്കായിട്ടൊരു പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതേ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് കുടിക്കാനും വേണ്ടിയിട്ട് സെർവ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയും നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന 1-2 പേർക്കും കൂടെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും കൂടെ കാണുമ്പോൾ എനിക്കും ഗുണം കിട്ടും, ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ബേബി ഷവറിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് അറിയിക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ വിളിക്കണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ട്, കാരണം എല്ലാവരെയും കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഇതിൽ ബാക്കി കുട്ടികൾ വന്ന് കഴിക്കുന്നതും മറ്റൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ടീ കുടിച്ചാലാണ് ഒരാൾ കുടിക്കുന്നുണ്ട്. ചിന്താൻ പാടില്ല. ഇങ്ങനെ കുടിച്ചാൽ മതി, നീ സ്പൂണ് യൂസ് ചെയ്യണ്ട, നീ ഇങ്ങനെ കുടിച്ചാൽ മതി. അങ്ങനെ തന്നെ കുടിച്ചാ ഇഷ്ടപ്പെട്ട അബിക്ക് ഇത്തിരി എടുത്ത് വെച്ചാ ഒന്നും അബിക്ക് ഒന്നും കിട്ടൂല. അവസാനം 3ാമത്തെ ട്രിപ്പാണോ അതാ ചിന്തന് എന്റെ അടുത്തുനിന്ന് പോയ എനിക്കാൻ വയ്യാണ്ടിരിക്കണം. അറിയാൻ എന്തിനാണ് സ്പൂൺ കൊടുത്ത അവനക്ക് വല്ല ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കായിരുന്നു, അങ്ങനെ കുടിച്ചാൽ മതിയായിരുന്നു.